കൃഷിദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്ഷ്യ സുരക്ഷ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഭക്ഷണത്തിലെ സുരക്ഷിതത്വം. നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ എന്നുവേണ്ട അരി അടക്കമുള്ള സാധനത്തിൽ അതിൽ ആ വിളവ് ഉണ്ടാകുന്ന സമയത്ത് അടിച്ചിരുന്ന കീടനാശിനികളുടെ അവശിഷ്ട വിഷവീര്യം തങ്ങി നിൽക്കുന്നതായിട്ടും അത് പിന്നീട് പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രബുദ്ധരായ നമ്മുടെ കേരളീയർക്ക് ഈ കാര്യത്തിൽ ഒട്ടനവധി ആശങ്കകളുണ്ട്. ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പച്ചക്കറി മേഖലയിലുള്ള അവശിഷ്ട വിഷവീര്യം അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള എന്തൊക്കെ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും, ഈ മേഖലയിലുള്ളൊരു ചർച്ചയാണ് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ തോമസ് ബിജു മാത്യു സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മേഖലയിൽ വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ആളും മാത്രവുമല്ല, സാറിൻ്റെ കീഴിൽ കൃഷി വകുപ്പ് ഫണ്ടിംഗ് ആയിട്ട് നടത്തുന്ന ഒരു വളരെ ബൃഹത്തായ നല്ലൊരു പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ ഏതൊക്കെ സമയത്ത് 3 മാസ കാലയളവിൽ എന്തൊക്കെ പച്ചക്കറികൾ വിഷമയമായിട്ടുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കുന്ന വിധത്തിൽ ഉള്ളൊരു ജനസമ്പർക്ക ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അതിൻ്റെ തലവനാണ് സാർ. സാറിനെ എന്തുകൊണ്ടും ഈ ഒരു വിഷയത്തിൽ ആധികാരികമായി പറയാനും യോഗ്യതയുള്ള ആളാണ്. സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ പ്രേക്ഷകരോടൊരു വാക്ക്, തീർച്ചയായും ഇതിനകത്ത് വളരെയധികം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചോദിക്കാം. ചോദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ പേരും പറഞ്ഞതിന് ശേഷം ചോദ്യങ്ങളിലേക്ക് കടക്കാം. സർ, ചർച്ചയിലേക്ക് വരാം. നമുക്ക് ഏതൊരു വിഷയത്തിലും വളരെ ശക്തമായി പ്രതികരിക്കുന്ന, വളരെ ആ ബോധനത്തിൻ്റെ അവസ്ഥ വളരെ കൂടിയ നിലവാരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കേരളീയർ. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ വേറിട്ടൊരു ശബ്ദം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പോലെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തീർച്ചയായും കഴിക്കുന്നത് എന്തും വിഷമാണ് എന്ന് പറയുന്നത് അത്രയും ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മുടെ മലയാളികളുടെ പ്രത്യേക ബോധവൽക്കരണത്തിൻ്റെ അല്പം കൂടുതലെന്ന് തന്നെ പറയാം. പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അല്പം പെരുപ്പിച്ച് കാണിക്കപ്പെടാറുണ്ട്. കീടനാശിനികൾ എല്ലാ ഭക്ഷണത്തിലും ഉണ്ടെന്നുള്ള വസ്തുത ശരിയല്ല. ഇതുവരെയുള്ള ഞങ്ങളുടെ പഠനങ്ങൾ തെളിയിച്ചത് നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ 10% വിഷം അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ 10% കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചില പച്ചക്കറികളും ചില പഴവർഗ്ഗങ്ങളും ചില സുഗന്ധവർഗ്ഗങ്ങളുമാണ്. സർ, ഈ പറഞ്ഞതിനകത്ത് 10% എന്ന് പറയുമ്പോൾ മൊത്തം നമ്മുടെ അരിയാഹാരം ഉൾപ്പെടെയുള്ള ഒരു ദിവസത്തെ മൊത്തം ആഹരിക്കുന്ന ഭക്ഷണത്തിന്റെ 10% താഴെ മാത്രമേ വിഷമുള്ളൂ എന്നാണ്. സർ, ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഇന്ന് ഒരു സാറിന്റെ ആ ഒരു പ്രോജക്റ്റിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പച്ചക്കറി അതിൻ്റെ ഒരു മാർക്കറ്റ് സർവേ നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഒന്ന് നമ്മുടെ പ്രേക്ഷകരോടായി ഒന്ന് പങ്കുവയ്ക്കാമോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഈ റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം തന്നെ പച്ചക്കറികൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ജനങ്ങൾക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അതിനകത്ത് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള അംശമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇതിനുള്ള ആ ഇൻഫർമേഷൻ പൊതുജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പദ്ധതി സർവകലാശാലയും കൃഷി വകുപ്പും കൂടെ ചേർന്ന് നടത്തുന്നത്. അപ്പോൾ മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത്. മറ്റ് ജില്ലകളും ആലപ്പുഴ, കൊല്ലം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലടക്കം മാസം തോറും 150 മുതൽ 200 വരെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് വെള്ളായണി ലാബിൽ കൊണ്ടുവന്ന് പരിശോധിക്കുന്ന അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഞങ്ങൾ പച്ചക്കറികളെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. അപ്പോൾ ഏതാണ്ട് 38 ഇനം, ആകെ ഞങ്ങൾ പരിശോധിച്ചത് 58 ഇനം പച്ചക്കറികളാണ് നമ്മൾ ദൈനംദിന ഉപയോഗത്തിനായിട്ട് ഈ മാർക്കറ്റിലെത്തുന്നത്. അതിൽ 38 എണ്ണവും വിഷരഹിതമായിരുന്നു, 38 എണ്ണവും സേഫ് ടു ഈറ്റ് ആണ്. എന്നാൽ വിഷാംശം കണ്ടെത്തിയ പച്ചക്കറികളുടെ കാര്യം നോക്കിയാൽ നമ്മളെല്ലാ പാചകത്തിനും, മലയാളികളുടെ എല്ലാ പാചകത്തിനും എപ്പോഴും നാം ഉപയോഗിക്കുന്ന, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഉപയോഗിക്കുന്ന കറിവേപ്പില, അതുപോലെ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും കറികളിലെല്ലാം ചേർക്കുന്ന മല്ലിയില, പുതിനയില, ഈ 3 ഇലവർഗ്ഗങ്ങൾ വരുന്നത് അന്യസംസ്ഥാനത്തു നിന്നാണ്. ഈ 3 ഇലവർഗ്ഗങ്ങളും പരിശോധിച്ചപ്പോൾ അല്പം ഞെട്ടിക്കുന്ന അളവിലുള്ള വിഷാംശമാണ് കണ്ടെത്തിയത്. ഉദാഹരണമായിട്ട് കറിവേപ്പിലയിലും മല്ലിയിലയിലും പുതിനയിലയിലും കണ്ടെത്തിയ പ്രൊഫെനോഫസ് എന്ന് പറയുന്ന കീടനാശിനി 2011
11 മെയ് മാസത്തിൽ കേരളത്തിൽ ഇതിൻ്റെ വിൽപ്പനയും ഉപയോഗവും പരിപൂർണമായിട്ട് നിരോധിച്ചതാണ്. അതുപോലെ ട്രയാസോഫോസ് എന്ന് പറയുന്ന കീടനാശിനി ഇതും നിരോധിച്ചതാണ്. എന്നാൽ ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനി നിരോധിച്ചിട്ടുള്ളതല്ല, പക്ഷേ അതിൻ്റെയും ഉപയോഗം കൂടുതലാണ്. അപ്പോൾ കൂടിയ അളവിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവയിൽ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന ട്രൈഅസോഫോസും പ്രൊഫനോഫോസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിലുള്ള കൂടിയ തരത്തിലുള്ള ഉപയോഗം മൂലമാണ് കേരളത്തിലെ വിപണികളിൽ ഇത് സുഗമമായി എത്തുന്നത് എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും ഇതാണെങ്കിൽ പരുത്തി കൃഷിക്ക് മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ്, പരുത്തി കൃഷിക്കും തേയില കൃഷിക്കും മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് അംഗീകരിച്ച് അനുവാദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലാണല്ലോ പരുത്തി കൃഷി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ കീടനാശിനി വളരെ ഇഫക്റ്റീവാണ്. അതിൽ വരുന്ന പച്ചക്കറികളിൽ വരുന്ന കീടങ്ങളെല്ലാം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായാലും പുഴുക്കളായാലും വളരെ പെട്ടെന്ന് അവയെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ശുപാർശ ചെയ്തിട്ടുള്ളതല്ല, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഉപയോഗക്രമം പോലുമല്ല. പക്ഷേ അവരുടെ സ്വന്തം ഗവേഷണം, കർഷകരുടെ, അന്യസംസ്ഥാനത്തെ കർഷകരുടെ സ്വന്തം ഗവേഷണ ഫലമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന ഈ വിഷങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതറിയാതെ ദിവസവും ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല. എല്ലാം നാഡീ വിഷങ്ങൾ, ഈ കാണിച്ച ഈ വെച്ചിരിക്കുന്ന എല്ലാ കീടനാശിനികളും സ്ഥിരമായി കണ്ടെത്തുന്നതെല്ലാം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ്. അപ്പം അതൊന്ന് ഇടപെട്ടോട്ടെ ഞാൻ. നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ ഇത് കടിക്കുന്ന അല്ലെങ്കിൽ ഈ ചെടിയെ ഉപദ്രവിക്കാൻ വരുന്ന കീടങ്ങളുടെ നാഡീവ്യൂഹം. തീർച്ചയായിട്ടും കീടങ്ങളുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കാൻ വേണ്ടി, അങ്ങനെ അവയെ കൊല്ലാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കീടനാശിനികൾ. പക്ഷേ ഇതേ നാഡീ വ്യവസ്ഥ, ഇതേ പ്രവർത്തനമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഈ കീടനാശിനികളൊക്കെ ദീർഘകാല ഉപയോഗം വരുമ്പോൾ ഇതിൻ്റെ അവശിഷ്ടം നേരിയ അളവിലെങ്കിലും ദിവസവും നമ്മുടെ ഉള്ളിൽ എത്തിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപകട സാധ്യതയുണ്ട്, അപകടം ഉണ്ടാകുമെന്നല്ല. ഇന്നതുകൊണ്ട് ഇന്ന അപകടം, ഇന്ന രോഗം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ഭംഗി കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് തീർച്ചയായും ഈ ഒരു സാധനം വാങ്ങിപ്പോകും. ഇതും നമുക്ക് തൊലിചെത്തി ഒന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനവും അല്ല. ഇപ്പോഴത്തെ പുതിയ ഫാസ്റ്റ് ഫുഡുകളുടെ എല്ലാം ഒരു കോമ്പോണൻ്റ് ആണ്. പിസ്സയിലും ബർഗറിലും ഒക്കെ ഉപയോഗിക്കുന്ന, നമ്മുടെ കുട്ടികളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. ക്യാപ്സിക്കും അതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ പാചകത്തിലുമുള്ള ഒരു കോമ്പോണൻ്റാണ്. ക്യാരറ്റ് ആണെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇതിനകത്തും ഈ പ്രൊഫനോഫോസ് എന്ന് പറയുന്ന കീടനാശിനിയുടെ അംശമാണ് ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രകാരം ഇതിൻ്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറിയ പങ്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ സംശയമില്ല. പയറും ചീര എനിക്ക് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അതെ. അതിനകത്തും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8-10 ഐറ്റമേ നമ്മൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. ഈ 8-10 ഐറ്റത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിഷാംശം കാണുന്ന ചുവപ്പ് ചീരയും പച്ച ചീരയും. കാരണം ഈ ചീരയ്ക്കൊരു പ്രത്യേക പുഴുക്കേടുണ്ട്. ഇല ചുരുട്ടിപ്പുഴു, കൂടുകെട്ടിപ്പുഴു എന്ന് പറയും. അപ്പോൾ ഈ പുഴുവിൻ്റെ കേട് നിയന്ത്രിക്കാനായിട്ട് കൃഷിക്കാർക്ക് മറ്റു മാർഗമില്ല. അപ്പോൾ അവർ ശുപാർശയല്ല നോക്കുന്നത്, ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്ന കീടനാശിനി. അവിടെ നിരോധനമോ നിയമമോ ശുപാർശയോ ഒന്നും പ്രശ്നമില്ല. ഇടയ്ക്ക് ഞാനൊരു ഇത്രമാത്രം നമുക്ക് ഈ ഒരു വിഷലിപ്തമായ നമ്മുടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയും നിയമ നടപടികൾ എന്തെങ്കിലും ഇതിനെതിരെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇതിനുള്ള നിയമം ഇന്ത്യ ഗവൺമെൻറ് 2006 പാസ്സാക്കിയിട്ടുണ്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. 2006 പാസ്സാക്കിയിരിക്കുന്ന നിയമം ഭക്ഷ്യ സുരക്ഷിതത്വ നിലവാര നിയമം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് 2011 വിശദമായ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷാംശമായിക്കോട്ടെ, കീടനാശിനി ആയിക്കോട്ടെ, ഒരു നിശ്ചയിച്ചിട്ടുള്ള പരിധി കടന്നാൽ നടപടിയെടുക്കാം. ശിക്ഷാ നടപടികൾ ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രായോഗിക പ്രശ്നം നോക്കണം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിശോധന എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. സാങ്കേതികമായിട്ട് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ വേണം. അപ്പോൾ കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളായണിയിലുള്ള ലാബറട്ടറിയിൽ ഈ പരിശോധന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുള്ള പരിപൂർണമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ വില കൂടിയ ഉപകരണങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കവിടെ ഈ പരിശോധന നടക്കുന്നത്. എന്നാൽ ഈ ഭക്ഷ്യ സുരക്ഷിതത്വ അതോറിറ്റിയുടെ കീഴിലുള്ള ലാബറട്ടറികളിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലെന്ന് മാത്രമല്ല, ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയാൽ പോലും ഇതിൻ്റെ യഥാർത്ഥ ശിക്ഷിക്കേണ്ടതാരാണ്? ഉൽപ്പാദിപ്പിച്ച കർഷകനെയാണ്. അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്. അല്ല, മാത്രമല്ല ഈ ഒന്നിച്ച് പൂൾ ചെയ്ത് ലോറിയിൽ വരുന്ന സാധനത്തിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണം പച്ചമുളക്. ഈ പച്ചമുളക് തന്നെ നമ്മൾ 1 കിലോ പച്ചമുളക് എടുത്തു കഴിഞ്ഞാൽ എവിടുന്നെല്ലാം ഉള്ളതായിരിക്കും അത്.
പലയിടത്തു നിന്ന് പൂൾ ചെയ്തതായിരിക്കും. അപ്പോൾ അവിടെയാണ് പ്രായോഗികമായിട്ട് യഥാർത്ഥ കൾപ്രിറ്റ് ആരാണോ, ആ ഉൽപ്പാദകനാണോ, ആ ആളിലെ കണ്ടെത്തി ശിക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മറ്റ് പല ടെസ്റ്റുകളെ പോലെ അത്ര ഇഫക്റ്റീവായിട്ട് നിയമപരമായിട്ടുള്ള ഇടപെടൽ സാധിക്കാത്ത. എന്നാൽ ഇതിന് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബോർഡറുകളിൽ ചെക്ക് പോസ്റ്റുകളിൽ വെച്ചിട്ട് ഈ ലോറിയിൽ വരുന്ന സാധനങ്ങളിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ട് അതിൽ അളവിലധികം പരമാവധി അവിശിഷ്ട പരിധി കടക്കുന്നതുണ്ടെങ്കിൽ അതെവിടെ നിന്ന് വരുന്നു എന്ന് ട്രേസ് ചെയ്ത് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള പഠനങ്ങളാണ് പ്രത്യേകിച്ച് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഫുഡ് സേഫ്റ്റി വിങ്ങും കാർഷിക സർവകലാശാലയും തമ്മിൽ നല്ല ഒരു ലിങ്കേജ് ഉണ്ട്. ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ചില പഠനങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർവേ നടത്തി കളക്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ ഏറിയ പങ്കും കമ്പോളങ്ങളിൽ നിന്നാണോ അതെ, എടുത്തത്? തീർച്ചയായിട്ടും. കമ്പോളങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത്. തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ കടകളും, ചാല മാർക്കറ്റ് മുതൽ ചെറിയ കടകൾ, സർക്കാർ ഔട്ട്ലെറ്റ്, സർക്കാരിൻ്റെ വിപണന കേന്ദ്രങ്ങൾ, വലിയ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നൊഴിയാതെ, എന്തിനു പറയുന്നു, ജൈവ പച്ചക്കറികൾ വിൽക്കുന്ന തിരുവനന്തപുരത്തെ 3 കേന്ദ്രങ്ങളടക്കം പരിശോധിച്ചു. എന്നാൽ ജൈവ പച്ചക്കറികൾ പരിശോധിച്ചപ്പോൾ ഇത് വളരെ വളരെ കാര്യമായ, വളരെ കുറഞ്ഞ അളവിൽ, എങ്കിലും ഈ സാധനങ്ങൾ, ഈ മല്ലിയില, കറിവേപ്പില, പുതിനയില ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടും അത് വിഷവിമുക്തമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. സർ, നേരത്തെ ഒരു ലാബിൻ്റെയും അത്യാധുനിക സംവിധാനം ഉള്ള യന്ത്രങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നുണ്ടായി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് വെള്ളായണി കാർഷിക കോളേജിൽ ലാബ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? അതിന് ലാബറട്ടറി മേധാവി, അതിൻ്റെ ലാബറട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ പ്രൊഫസർ ഡോക്ടർ നസീമ ബീവി, ആ മാഡത്തിനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അനുവാദം വാങ്ങിയിട്ട് സാമ്പിളുകൾ എത്തിച്ചു. പക്ഷേ വളരെ ചിലവ് കൂടിയ ഒരു ടെസ്റ്റാണ്. 8000 രൂപയാണ് ഒരു സാമ്പിൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഭാരിച്ച ചിലവ്, ഈ മാർക്കറ്റുകളിലെ ജനങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി ഈ പരിശോധനയ്ക്കുള്ള പൂർണ്ണ ചിലവും കൃഷി വകുപ്പാണ് നൽകുന്നത്. കൃഷി വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നാണ്, കൃഷി മന്ത്രാലയത്തിൽ നിന്ന്, കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പഠനം ഇതുവരെയും നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഒരു വർഷത്തേക്ക് ഉള്ള ഫണ്ടെല്ലാം ലഭിച്ച് ഞങ്ങൾ പഠനം നടത്തുന്നു. ഇനിയും അടുത്ത വർഷത്തേക്കൂടി ഇതിൻ്റെ അനുവാദം ലഭിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളും കവർ ചെയ്യാനും, എല്ലാവിധ പച്ചക്കറി, പഴങ്ങൾ മാത്രമല്ല, ഡ്രൈ ഫ്രൂട്ട്സ് അടക്കം, മറ്റ് സീരിയൽസ് അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും. സാർ, ഒരു കോൾ ഉണ്ട്, കോളിലേക്ക് തിരിച്ചൊക്കെ ചർച്ചയിലേക്ക് വരാം. ഹലോ. ഹലോ. ഹലോ, ആരാണ്? പേര് പറയാമോ? സുബൈദ, കോഴിക്കോട്. സുബൈദ, കോഴിക്കോട്. സുബൈദ, ചോദിക്കാം. കരുവേപ്പില, ചീരന്റെ ഇലയൊക്കെ കാണിച്ചല്ലോ. ഓ, അപ്പൊ അതിലുള്ള അതൊന്നും കഴിക്കാൻ പറ്റൂല എന്നാണോ, അല്ലെങ്കിൽ കുറെ സമയം വെള്ളത്തിലിട്ടിട്ട്? ഞങ്ങളിപ്പോ വാങ്ങുന്നതാണ്. ഒന്നുകൂടെ പറയാമോ? ആദ്യം പറഞ്ഞ കറിവേപ്പ് ചീര. അതെ, തീർച്ചയായും കറിവേപ്പും ചീരയും കഴിക്കാൻ പറ്റുന്നില്ലെന്നാണോ പറയുന്നത്? പ്രശ്നക്കാരാണ്. അത് കഴിക്കാൻ പറ്റുകയില്ലെന്നല്ല, അതിന് ഞാൻ അല്പം കൂടെ ക്ഷമിച്ചാൽ ഈ ചർച്ചയുടെ തുടർന്നുള്ള ഭാഗത്ത് ഇത് ഒരു അടുക്കളയിൽ നമ്മുടെ വീട്ടമ്മയുടെ തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിശദമായിട്ട് പറയാം. കാരണം ഇത് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന അളവിലാണ്, ആ ഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇനി അത് വീട്ടമ്മയുടെ അളവിൽ അടുക്കളയിൽ നമുക്ക് ചില വളരെ ലളിതമായ ചില മാർഗങ്ങളിലൂടെ ഇതിലെ വിഷാംശം മാറ്റാൻ സാധിക്കും. അത് ഞാൻ വിശദീകരിച്ച് തരാം അടുത്ത ഘട്ടത്തിൽ. സാറേ, നമുക്ക് ആ ഒരു കോളിൽ തന്നെ തുടങ്ങാം. എന്തെങ്കിലും ഇതിന്റെ അവശിഷ്ട വിഷം മാറ്റാനുള്ള ടെക്നോളജി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇവിടെ നമ്മുടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉൽപാദന രംഗത്തുള്ള ഇടപെടലിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതെല്ലാം വരുന്ന പല സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കർഷകരിൽ നിന്നാണ്. അവിടെ നമുക്ക് ഇടപെടൽ എത്ര സാധിക്കും? കേരളത്തിലെ പച്ചക്കറി കർഷകരല്ലേ സാധിക്കുള്ളൂ. പിന്നെ മാർക്കറ്റിങ്ങിനകത്താണ് ഈ ഒരു ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിച്ചിട്ട് കുറേ കൂടെ പ്രശ്നമില്ലാത്തത് ഉപയോഗിക്കുക. എങ്കിലും ഇതൊന്നും നമുക്ക് നമ്മുടെ പാചകത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ കറിവേപ്പിലയോ മല്ലിയിലയോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വന്നാൽ ഇതെന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി വിശദമായൊരു പഠനം നമ്മുടെ കാർഷിക കോളേജിൽ തന്നെ ഒരു PG വിദ്യാർത്ഥിനി മിസ് പല്ലവി നായരുടെ നേതൃത്വത്തിൽ നടന്നു. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നാം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, കറിയുപ്പ്, വിനാഗിരി, വാളൻപുളി, ചുണ്ണാമ്പ്, സോഡാക്കാരം, ഇങ്ങനെ തുടങ്ങിയ മഞ്ഞപ്പൊടി അടക്കം തുടങ്ങിയ എല്ലാ പദാർത്ഥങ്ങളുടെയും ലായനിയിൽ ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചിട്ട് പരീക്ഷിച്ചപ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട്, ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടത് വാളൻപുളി സത്ത്, 2% വീര്യമുള്ള വാളൻപുളി ലായനി, അല്ലെങ്കിൽ 2% വീര്യമുള്ള വിനാഗിരി. അപ്പോൾ വിനാഗിരി എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന 1/2 ലിറ്ററിൻ്റെ കുപ്പിയുടെ അടപ്പെടുത്തു കഴിഞ്ഞാൽ ഒരു 3 അടപ്പ് വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചാൽ അതാണ് നമ്മുടെ വിമുക്തമാക്കുന്ന ലായനി.
ഈ ലായനിയിൽ നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന പച്ചമുളക് അല്ലെങ്കിൽ കറിവേപ്പില അല്ലെങ്കിൽ ചീര ഒരു 10-15 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം പല ആവർത്തി ഇത് വെള്ളത്തിൽ കഴുകിയാൽ ഏതാണ്ട് 60-70% വരെ അതിൻ്റെ പുറത്ത് തങ്ങി നിൽക്കുന്ന വിഷം മാറ്റാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ വെബ് റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ടൊരു പാക്കേജ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ഉൽപ്പന്നത്തിനും ക്യാരറ്റിൽ എന്ത് ചെയ്യണം, മല്ലിയിലയിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൽ എന്ത് ചെയ്യണം, പുതിനയിലയിൽ എന്ത് ചെയ്യണം, പയറിൽ എന്ത് ചെയ്യണം എന്ന് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഈ റിപ്പോർട്ട് കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. kerala.gov.in എന്നിട്ടുള്ള വെബ് അഡ്രസ്സിൽ കയറിയാൽ ഇന്ന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ്. ഇതിനകത്ത് വളരെ വിശദമായിട്ടുള്ളൊരു പാക്കേജ് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയത് പഠിച്ച് കണ്ടെത്തി അത് നമ്മുടെ ഈ ഒരു സർവേ റിപ്പോർട്ടിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിനകത്ത് നമുക്ക് സേഫ് ടു ഈറ്റ് കാറ്റഗറിയിൽ, അതായത് ഈ വിഷാംശം തീരെ ഇല്ലാത്ത ആ ഒരു വിഭാഗത്തിൽ ഏതൊക്കെ നമ്മുടെ പച്ചക്കറികളെ പെടുത്താം. അതെ, ഇതിനകത്ത് ഞങ്ങൾ മൊത്തം 59 ഇനം പച്ചക്കറികളാണ് പരിശോധിച്ചത്. ഈ 59 ഇനത്തിനകത്ത് ഈ കഴിഞ്ഞ 3 മാസത്തെ പഠനത്തിൽ കണ്ടത് കോവയ്ക്ക, സലാഡ് വെള്ളരി, നെല്ലിക്ക, ക്യാബേജ്, കത്തിരി, പീച്ചങ്ങ, ചൊരയ്ക്ക, ബീൻസ്, അമരയ്ക്ക, ബീട്രൂട്ട്, കുമ്പളം, മത്തൻ, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, സാമ്പാർ മുളക്, കറിക്കായ, ഏത്തയ്ക്ക, മധുരക്കിഴങ്ങ്, മരച്ചീനി, ചേന, ചേമ്പ്, ചൗചൗ, പച്ചമാങ്ങ, കൈതച്ചക്ക, തണ്ണിമത്തൻ, റാഡിഷ്, ബ്രോക്കോളി, ഉരുളക്കിഴങ്ങ്, ചൈനീസ് ക്യാബേജ് തുടങ്ങി 38 ഇനങ്ങളാണ് നമ്മുടെ ഉപയോഗത്തിന് സേഫ് ടു ഈറ്റ് അല്ലെങ്കിൽ സുരക്ഷിതം അല്ലെങ്കിൽ വിഷരഹിതമെന്ന് പറയാവുന്നത്. അപകടം സാധ്യതയുള്ളത് ഈ നേരത്തെ കാണിച്ച ചുവപ്പ് പച്ച ചീര, പുതിനയില, ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, വഴുതന, മല്ലിയില, ക്യാപ്സിക്കം, വെണ്ടയ്ക്ക, ഇത്രയുമാണ് അപകട സാധ്യതയുള്ള അളവിൽ കണ്ടത്. ഇതിന്റെ ഒരു ലാബ് റിപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്പം പറഞ്ഞുവല്ലോ, അപ്പം അതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് പറയാമോ? എത്ര തുക അടയ്ക്കേണ്ടി വരും? ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിന് അത് യൂണിവേഴ്സിറ്റിയുടെ നിരക്കനുസരിച്ചിട്ട് ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിന് 8000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഏതാണ്ട് 100ഓളം വ്യത്യസ്തമായിട്ടുള്ള കീടനാശിനികൾ, അതിൻ്റെ 100 കോടിയിലൊരു അംശം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ സാധാരണ ഒരു ടെസ്റ്റ് പോലെ കരുതരുത്, വളരെ അതിസൂക്ഷ്മമായി വളരെ ഭാരിച്ച ചിലവുള്ള ഒരു പരീക്ഷണം. ഒരിക്കലും ഒക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ക്രമമായിട്ട് റെഗുലറായിട്ട് ഈ പരിശോധന നടത്തുക. 100 മുതൽ 150 സാമ്പിളുകൾ ഞങ്ങൾ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മാർക്കറ്റുകളിൽ നിന്ന് ശേഖരിച്ച് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് യഥാസമയം അത് വെബ്സൈറ്റിലെത്തി. വെബ്സൈറ്റിൽ നിന്ന് ഹലോ, പേര് പറയാമോ? നമസ്കാരം, ഞാൻ ഐമനം ബാബുരാജ്. പറഞ്ഞോളൂ. അതെ, ഐമനം ബാബുരാജ്. ചോദിച്ചോളൂ. എന്റെ സംശയം, ഇപ്പൊ ഈ പ്രോഗ്രാം ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയിലെ വിഷത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മള് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്ത് വളം നമ്മൾ ഇടണം അതൊന്നറിഞ്ഞാൽ കൊള്ളാം. ബാബുരാജ് സ്ഥിരമായിട്ട് നമ്മുടെ കൃഷിദർശന്റെ പ്രോഗ്രാമുകളുടെ സ്ഥിരം പ്രേക്ഷകനാണോ? അല്ല, ഞാനിപ്പോ ആദ്യമായിട്ടാണ്. ബാബുരാജ് തുടർന്നും ഈ പ്രോഗ്രാം കാണണം. നമുക്ക് ഇതിപ്പോ വളരെ ഇതായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തുടർന്നുള്ള മറ്റു പരിപാടികളിൽ ഇത് സ്ഥിരമായിട്ടും ഇതിന്റെ വളം എന്ത് ചെയ്യണമെന്നും ഇതിന് എന്തൊക്കെ ജൈവ കീടനാശിനികൾ അടിക്കണമെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും കാണും. സ്ഥിരമായിട്ട് കാണുക. ഒരുപാട് കോളേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രത്യേക വിഷയത്തിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയാണ്. എന്തായാലും വിളിച്ചതിന് നന്ദി സർ. നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ നമ്മുടെ കർഷകരോട് ഈ പുതുനിര കുറെ മരുന്നുകൾ വന്നിട്ടുണ്ട്. എന്നാലും ഈ പഴയ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മരുന്നുകളിൽ തന്നെയാണ് നമ്മുടെ പച്ചക്കറിയും അതിന്റെ വിഷവും എല്ലാം തങ്ങി നിൽക്കുന്നത്. എന്താണ് പുതുനിര മരുന്നുകളുടെ വ്യത്യസ്തത? അത് പറയാം. അപ്പോൾ ഈ പഴയ കീടനാശിനികളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നാഡീ വ്യൂഹത്തെ ബാധിക്കുന്ന, നമ്മുടെ അടക്കം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ നാഡീ
വ്യവസ്ഥയുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്. അങ്ങനെയാണ് കീടങ്ങളെ നശിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊക്കെ ദോഷമുണ്ടായി. ഈ കീടനാശിനികളൊക്കെ നമുക്കും ദോഷമാകുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ ഈ രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ കീടനാശിനി ഇൻഡസ്ട്രി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ കണ്ടെത്തിയ ശുപാർശ, അംഗീകരിക്കപ്പെട്ട ശുപാർശകളുണ്ട്. പച്ചക്കറികൾ, പ്രത്യേകിച്ച് പയറിനും വെണ്ടയ്ക്കും കത്തിരിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ദോഷം കുറഞ്ഞ കീടനാശിനികളുണ്ട്, പുതിയ കീടനാശിനികൾ. ഇതിൽ ഒന്നാണ് ഫ്ലൂബെൻഡയാമൈഡ് എന്നുള്ള കീടനാശിനി, അതേപോലെ ക്ലോർ ആൻഡ്രാനിലിപ്രോൾ എന്ന കീടനാശിനി. ഇത് രണ്ടും പച്ചക്കറികൾക്ക് വളരെ ഫലപ്രദമാണെന്ന് കാർഷിക സർവകലാശാല നടത്തിയ പഠനങ്ങളും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് കേന്ദ്ര കീടനാശിനി ബോർഡിൻ്റെ ശുപാർശകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും നാഡീവ്യവസ്ഥയല്ല ബാധിക്കുന്നത്, കീടങ്ങളുടെ മാംസപേശികളുടെ ചലനത്തെയാണ്. അപ്പോൾ ഒരു പുഴു നമ്മുടെ കറിവേപ്പിലയിൽ അല്ലെങ്കിൽ ചീരയെ തിന്നുന്ന പുഴുക്കളുടെ ചലനം അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അതിനെ നശിപ്പിക്കുന്ന മിത്രകീടങ്ങളായ ചിലന്തികളെ പോലും ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട്, വളരെ സെലക്റ്റീവായിട്ട് കീടങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഈ ജനറേഷനിൽപ്പെട്ട ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. നൊവാലുറോൺ മറ്റൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, ഒരു ഉൽപ്പന്നത്തിന് പ്രത്യേകത പറയുകയല്ല. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡാണ്, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള, ഫരീദാബാദ് ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് ഇത് പുതിയ കീടനാശിനികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇത് ഏതൊക്കെ വിളകളിൽ ഏതളവിൽ ഉപയോഗിക്കാമെന്നുള്ള ശുപാർശ അവരുടേതാണ്. ഇനി ഇതിന് പുറമെ കാർഷിക സർവകലാശാല പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസ് വർക്ക്ഷോപ്പ് നടത്തി അത് ഫൈനലായിട്ട് കൃഷി വകുപ്പിലൂടെ ശുപാർശയായിട്ട് എത്താൻ അല്പം കൂടെ താമസം വരും. എന്നാൽ അതുവരെ നമുക്ക് CIBയുടെ ശുപാർശ അനുസരിച്ച് ഇത് ഉപയോഗിക്കാം. പല കർഷകരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്താണ് ബോധവൽക്കരണത്തിന് അല്പം കൂടെ ഊന്നൽ കൊടുക്കേണ്ടത്. നമുക്ക് ഞാൻ ഒരു കൃഷി ഓഫീസർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും കൂടിയ അളവിൽ ഇപ്പോൾ ഒരു കുറ്റിപ്പമ്പിൽ 9 ലിറ്റർ കൊള്ളുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 25 മില്ലി എങ്കിലും കൂട്ടാതെ നമുക്ക് നമ്മുടെ കർഷകർക്ക് അതൊരു സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പുതിയ ജനറേഷൻ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ മറ്റേത് 5 മില്ലിയോ 5 മില്ലി കൂട്ടുമ്പോൾ ഇത് 0.2%. ഇത് ഉദാഹരണത്തിന് ഈ ഒരു കീടനാശിനി അല്ലെങ്കിൽ ഇത് 1 ലിറ്ററിൽ 1 മില്ലി മുതൽ 2 മില്ലി വരെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് 10 ലിറ്ററിൽ 1 മില്ലി മതി. അതിൻ്റെ അർത്ഥം അതിൻ്റെ വിഷവീര്യം കൂടുതലൊന്നല്ല, വളരെ സെലക്റ്റീവാണ്. കീടങ്ങൾക്ക് വളരെ സെലക്റ്റീവായതുകൊണ്ട് 10 ലിറ്ററിൽ 10 ലിറ്ററിൽ 3 മില്ലി മതി. പക്ഷേ ഇവയുടെ വില നോക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും വില കൂടുതലാണ്. കാരണം അതിൻ്റെ ഉൽപ്പാദന പ്രക്രിയ അങ്ങനെയാണ്, കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് സേഫാണ്. അപ്പോൾ തിരിച്ചു വരാം. ഇടയ്ക്കൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. പേര് പറയാം. കണ്ണൻ, മാവേലിക്കര. കണ്ണൻ അല്ലേ? അതെ, ചോദിക്കാം. പറഞ്ഞു. നമസ്കാരം. പറഞ്ഞു. ചോദിച്ചോളൂ. ടിവിയിൽ നോക്കണ്ട കണ്ണൻ. നമസ്കാരം. ചോദിച്ചോളൂ. നമ്മള് തെങ്ങിന് ഉപയോഗിക്കുന്ന സാധാരണ തെങ്ങിൻ തൈകൾക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികൾ അതിന്റെ അതിന്റെ വിളകളെ ബാധിക്കുന്നുണ്ടോ? ഒന്നും കൂടി വ്യക്തമാക്കാമോ? അവസാന ഭാഗം ചോദ്യത്തിന്റെ അവസാന ഭാഗം വ്യക്തമായില്ല. തെങ്ങിന് ഉപയോഗിക്കുന്ന അതെ, അതായത് സാധാരണയായിട്ട് അതിന്റെ ചെല്ലി, അതിന്റെ മഞ്ഞളിപ്പ്, സാധാരണ തെങ്ങിന് ഉപയോഗിക്കുന്ന ചില കീടനാശിനികൾ അതിന്റെ കരിക്കും വെള്ളത്തിൽ വരെ അതിന്റെ അംശം വരാറുണ്ട് പറച്ചിലുണ്ട്. മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഞങ്ങൾ ഈ രംഗത്ത് കൂടുതൽ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെയും പ്രശ്നം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കരിക്കുകളിൽ, ആ കരിക്കിന് വേണ്ടി കൃഷി ചെയ്യുന്ന തെങ്ങുകളിൽ വേരിൽ കൂടി മരുന്ന് കയറ്റുന്ന ഒരു തെറ്റായ രീതി ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീടുള്ള അന്വേഷണത്തിൽ അത് വളരെ കുറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ റോഡ് സൈഡിൽ വിൽക്കുന്ന കരിക്കിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും നമുക്ക് ദോഷകരമായിട്ടുള്ള അളവിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് അവിടെ ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. മുമ്പ് തെറ്റായ രീതിയിൽ വേരിൽ കൂടെ മരുന്ന് നേരിട്ട് കയറ്റി കുത്തിവെക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു തെങ്ങിൻ്റെ പുഴുക്കളെ നശിപ്പിക്കാൻ. അപ്പോൾ അതിപ്പോൾ അത്ര വ്യാപകമായിട്ട് തുടരുന്നില്ല. അതുകൊണ്ട് അത്ര പേടിക്കണ്ട, കരിക്കിൻ വെള്ളത്തെ അത്ര പേടിക്കണ്ട. ഈ പച്ചക്കറികൾ, നേരത്തെ പറഞ്ഞ പച്ചക്കറികളെ പോലെ കരിക്കിൻ വെള്ളം പഴക്കണ്ട. വിളിച്ചതിന് നന്ദി.
സർ, അപ്പം ഞാൻ തിരിച്ചു വരാമേ. നമുക്ക് ഈ ഒരു പുതുനിര മരുന്നുകളെ പറ്റി പറഞ്ഞു, ഇതിന്റെ ഡോസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നത് അത്രത്തോളം വിഷം കൂടിയിട്ടല്ല, വളരെ സ്പെസിഫിക് ആയിട്ട് സെലക്റ്റീവ് ആണ്. പിന്നെ മാത്രമല്ല മറ്റേ കീടങ്ങളുടെ ഒരു മസിൽ സ്ട്രക്ചറും ആ ഒരു പ്രോട്ടീനും അല്ലല്ലോ നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു അതുകൊണ്ട് ഇൻഫെക്ഷൻ കിട്ടത്തില്ല. പിന്നെ തിരിച്ച് ഇതിലേക്ക് വരികയാണ്. ഓരോ പച്ചക്കറിയിലും നമുക്കിപ്പോൾ ഒരു അവശിഷ്ട വിഷം കണ്ടെത്തിയാൽ അതിനൊരു പരമാവധി അളവ് നിശ്ചയിച്ചിട്ടുണ്ടോ? എങ്ങനെ അതിനെ? ലോകാരോഗ്യ സംഘടനയാണ് ഇതിൻ്റെ യഥാർത്ഥ പഠനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് കോഡക്സ് അലിമെൻ്ററീസ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. ഇതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഓരോ വിഷവും മനുഷ്യർക്ക് എങ്ങനെ എല്ലാം ഏതളവിൽ ദോഷമുണ്ടാക്കും എന്ന് പഠനം നടത്തുന്ന. മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഒക്കില്ലല്ലോ, അതിന് പകരം എലികളിൽ പരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ ടോക്സിക്കോളജിക്കൽ ഡേറ്റ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയാണ് അത് ഫിക്സ് ചെയ്തിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ വിളകൾക്കും എല്ലാ കീടനാശിനികൾക്കും ഈ അളവ് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണത്തിന് ഈ കറിവേപ്പില, മല്ലിയില, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കണ്ടെത്തിയ ഈ പ്രോഫനോഫസ് എന്ന് പറയുന്ന കീടനാശിനിയുടെ പരമാവധി പരിധി ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്. അവരുടെ ഡേറ്റാബേസിൽ ഇതിന് ലിമിറ്റുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഫിക്സ് ചെയ്തിട്ടില്ലാത്ത അളവുകൾ നമ്മൾ അവിടെ നിന്ന് എടുക്കും. അതില്ലെങ്കിൽ കോഡക്സിൻ്റെ ലിമിറ്റ് എടുക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും മനുഷ്യർക്ക് ലോങ് റണ്ണിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള അളവ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ അളവിൽ കടക്കുന്നത് മാത്രമാണ് നമ്മളിതിൽ അപകട സാധ്യത ഉള്ളതായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ സാർ, നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ആ ഒരു രീതിയും കൂടെ ഒന്ന് പറയാമോ? അല്ല, ലാബറട്ടറി സർട്ടിഫിക്കേഷൻ, ലാബറട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ലാബറട്ടറിക്ക് ലഭിച്ച ഒരു അംഗീകാരമുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരമാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പരിശോധനാ രീതികളുടെ സാങ്കേതിക നിലവാരം പരിശോധിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ ISO. ഈ ISO 17025 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മുടെ ലാബറട്ടറി പ്രവർത്തിക്കുന്നതെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് സാധ്യതയുള്ളൂ. അപ്പോൾ സർക്കാർ തലത്തിൽ കേരളത്തിൽ കീടനാശിനിയുടെ അവശിഷ്ട വിഷാംശം പരിശോധിക്കുന്ന ലാബറട്ടറികളിൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ലാബറട്ടറി കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിലുള്ള ലാബറട്ടറിയിലാണ് ഇപ്പോൾ. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന NABL, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബറട്ടറീസ് എന്ന് പറയുന്ന ആ ഏജൻസി അവരുടെ ഓഡിറ്റ് അവരാദ്യം വന്ന് പരിശോധിക്കും. ഈ ലാബറട്ടറിയിലെ എല്ലാ ഇൻസ്ട്രുമെൻസും പരിശോധിക്കും. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അനലിസ്റ്റുകളുടെ യോഗ്യത, അവരുടെ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കും. അങ്ങനെ ഒരു തവണ അതിൻ്റെ അനുവാദം തന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ നാളെയും മറ്റന്നാളും ഞങ്ങളുടെ ലാബറട്ടറിയുടെ ഓഡിറ്റാണ്. നാളെയും മറ്റന്നാളും അവർ വിശദമായിട്ട് ഓരോ അനലിസ്റ്റുകളെയും ഓരോ ഇൻസ്ട്രുമെൻറ്റും ഓരോ റിപ്പോർട്ടും പരിശോധിച്ച് ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലാണെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ആ അക്രഡിറ്റേഷൻ തുടർന്ന് അടുത്ത വർഷത്തേക്ക് തരത്തുള്ളൂ. വളരെ നമ്മുടെ വിവിധ തലങ്ങളിലായിട്ട് ഭക്ഷ്യ സുരക്ഷ, അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഫുഡ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം എല്ലാം പല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ നല്ലൊരളവ് വരെ നമ്മൾ അയൽ സംസ്ഥാനത്തെ ആശ്രയിച്ച് തന്നെയാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പം നമ്മുടെ കർഷകരോടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരോടായിട്ട് നമ്മുടെ ഉപഭോക്താക്കളോടായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാണ് പല രീതിയിൽ ഡാം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സർ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ഒന്നാമത് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുക, പിന്നെ ഇതേപോലെയുള്ള ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ്, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കൃത്യ സമയത്ത് കൃത്യ അളവിൽ അളവ് തെറ്റിക്കാതെ ശുപാർശ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെയുള്ള അളവിൽ നമുക്ക് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ടെറസ് കൃഷി, അതിലേക്ക് നമ്മുടെ വീട്ടമ്മമാരെയും ഗൃഹനാഥന്മാരെയും വളരെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരുന്നു. കാരണം ഇത് തന്നെ നമ്മുടെ കറിവേപ്പ്, വീട്ടുവളപ്പിലൊരു കറിവേപ്പ് 1, 2, 3 കറിവേപ്പ് നട്ടുപിടിപ്പിച്ചാൽ ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല. അതുപോലെ പുതിന വളരെ എളുപ്പത്തിൽ ടെറസിലെ ബാഗിനകത്ത് നട്ടാൽ മതി. ഇതിൻ്റെ തണ്ട്, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തണ്ട് ഒടിച്ചു കുത്തിയാൽ സുഖമായിട്ട് വരും. അതുപോലെ ചീര കൃഷി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചുവപ്പ് ചീരയും പച്ച ചീരയും ടെറസിൽ വളരെ, എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കൃഷി ചെയ്ത അനുഭവസ്ഥനാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്. പച്ചമുളക്, നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് എന്തിന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു? നമ്മുടെ ടെറസിലോ നമ്മുടെ വീട്ടുവളപ്പിലോ അത് വളരെ നിസ്സാരമായിട്ട്, എന്നാൽ എല്ലാം സാധിക്കുകയില്ല,
എല്ലാ സാധനങ്ങളും സാധിക്കില്ല. അപ്പോൾ സാധിക്കാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാരുടെ തലത്തിൽ അടുക്കളയിൽ ചെയ്യാവുന്ന ചില ലളിത മാർഗ്ഗങ്ങളിലൂടെ വിഷവിമുക്തമാക്കി ഉപയോഗിക്കാൻ കഴിയും. എന്തായാലും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സെഷനായിരുന്നു ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതിന് ഞാൻ പ്രത്യേകിച്ച് ഈ തിരക്കുള്ള വ്യക്തിത്വത്തോട് നന്ദി പറയുകയാണ്. കൃഷിദർശൻ പരിപാടിയുടെ പേരിലും സ്വന്തം പേരിലൂടെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ ഈ ഒരു റിപ്പോർട്ട് അവരവരുടെ തലത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കേരള ഗവൺമെൻറ് വെബ്സൈറ്റാണ് www.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇന്നിറങ്ങിയ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഇതിൽ ആകത്തുകയായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും അവരവരുടെ മാനസിക തലങ്ങളിൽ തന്നെ ഒരു മാറ്റമാണ് ഇവിടെ നമുക്ക് കേരളീയ ജനതയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പരാശ്രയം വിട്ടേ മതിയാവുള്ളൂ. തീർച്ചയായും മറ്റെല്ലാ മേഖലയിലും നമ്മൾ വളരെ ഉത്തേജിതരായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മേഖലയിലും സ്വന്തമായിട്ട് ഉള്ള ഒരു ഉത്സാഹം കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ നമ്മുടെ അതിഥിയുടെ വിലാസം എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഡോക്ടർ തോമസ് ബിജു മാത്യു, പ്രൊഫസർ, കേരള കാർഷിക സർവകലാശാല, വെള്ളായണി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 98 95 40 8332. ഒന്നുകൂടി ഫോൺ നമ്പർ ആവർത്തിക്കുന്നു, 98 95 40 83 32. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് സാമ്പത്തിക സഹായം. സങ്കര ഇനം വെള്ളരിക്ക വികസിപ്പിച്ചെടുത്തു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള ജലകൃഷി വികസന ഏജൻസി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാടൻ പാടശേഖരങ്ങളിലും തൃശൂർ, മലപ്പുറം ജില്ലകളിലെ കോൾപ്പാടങ്ങളിലും നെൽകൃഷിക്ക് ശേഷം തരിശായി കിടക്കുന്ന സമയത്ത് ആറ്റുകൊഞ്ച് അഥവാ മത്സ്യകൃഷി ചെയ്യാൻ ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി ബണ്ട് നിർമ്മാണം, സ്ലോയിസ് നിർമ്മാണം, മീൻ കൃഷിക്ക് ആവശ്യമായ മറ്റു പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്കും മത്സ്യവിത്ത്, തീറ്റ തുടങ്ങിയ ആവർത്തന ചെലവുകൾക്കും ധനസഹായം നൽകും. നിലവിൽ കുട്ടനാട് പദ്ധതിക്ക് പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഹെക്ടറിന് പരമാവധി 2,27,896 രൂപയും ആവർത്തന ചെലവുകൾക്ക് പരമാവധി 44,250 രൂപയുമാണ് സബ്സിഡിയായി നൽകുന്നത്. കോൾലാൻഡ് പദ്ധതിയിൽ പശ്ചാത്തല വികസനത്തിന് ഹെക്ടർ ഒന്നിന് 10,284 രൂപയും മത്സ്യവിത്തിന് പരമാവധി 13,000 രൂപയും മറ്റ് ആവർത്തന ചെലവുകൾക്ക് 4,500 രൂപയും ധനസഹായം ലഭിക്കും. കൂടാതെ ആവശ്യമായ സാങ്കേതിക സഹായവും അഡാക്ക് നൽകും. തിരുവനന്തപുരത്ത് അഡാക്കിന്റെ ഹെഡ് ഓഫീസും ആലപ്പുഴയിലും എറണാകുളത്തും മേഖലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 232 2410. കേരള കാർഷിക സർവകലാശാല വെള്ളരിക്കയുടെ ആദ്യ സങ്കര ഇനം വികസിപ്പിച്ചെടുത്തു. KKAU 1, KKAU 2 എന്നീ സങ്കര ഇനം വെള്ളരികൾ കാർഷിക കോളേജിലെ ഒളരിക്കൾച്ചർ വിഭാഗമാണ് വികസിപ്പിച്ചെടുത്തത്. വെള്ളരിയുടെ സാമ്പിൾ വിത്തുകൾ ആവശ്യമുള്ള കർഷകർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഒളരി കൾച്ചർ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 243 8481. വയനാട് MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഈ മാസം 9, 10 തീയതികളിൽ നഴ്സറി പരിപാലനത്തിൽ യുവജനങ്ങൾക്കായി സൗജന്യ പരിശീലനം നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447 54 5550. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്.
കേരസങ്കര എന്ന സങ്കര ഇനവും പശ്ചിമതീര നെടിയൻ ഇനവും ലഭ്യമാണ്. കണ്ണൂർ മാലൂർ കൃഷിഭവനിൽ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കുരുമുളക്, നെൽകൃഷി എന്നിവയ്ക്കാണ് ആനുകൂല്യം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കർഷകർ നികുതി അടച്ച രസീതിന്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ടിന്റെ കോപ്പി എന്നിവയുമായി കൃഷിഭവനിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 10, 11 തീയതികളിൽ ആട് വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് മുൻകൂറായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 281 5454. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 7, 8, 9 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 10, 11 തീയതികളിൽ താറാവ് വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0482 92 34 323. കാസർഗോഡ് ചെങ്കള കൃഷിഭവനിൽ തെങ്ങ് കൃഷിക്ക് കുമ്മായം, വേപ്പിൻ പിണ്ണാക്ക്, കവുങ്ങിന് തുരിശ്, നീറ്റുകക്ക, ജൈവവളം എന്നിവയ്ക്ക് അപേക്ഷ നൽകിയ കർഷകർ ഒക്ടോബർ 10-നകം കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം ബ്ലോക്കുകളിൽ ഈ മാസം പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിശീലനം 8, 10 തീയതികളിൽ നെടുങ്കണ്ടം ബ്ലോക്കിലെ മഞ്ഞക്കുഴി, പട്ടം കോളനി ക്ഷീരസംഘങ്ങളിൽ പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിശീലനം നടത്തും. 11-ാം തീയതി കട്ടപ്പന നരിയമ്പാറയിലും, 17-ന് തേക്കടിയിലും, 18-ന് കുമിളിയിലും, 22-ന് രാജമുടി, 28-ന് കമ്പിളിക്കണ്ടം, 29-ന് പൊട്ടൻകാട് എന്നിവിടങ്ങളിലും പരിശീലനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഇടുക്കി ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 16,600 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 16,200 രൂപ, വെളിച്ചെണ്ണ 9,000 രൂപ, കൊപ്ര 6,400 രൂപ, കുരുമുളക് 42,200 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 350 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 575 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചി. ഗാർബിൾഡ് കുരുമുളക് 42,200 രൂപ, അൺഗാർബിൾഡ് 40,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് 40,000 രൂപ, വയനാടൻ കുരുമുളക് 40,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 6,700 രൂപ, തളിപ്പറമ്പിൽ 5,825 രൂപ, കാസർഗോഡ് 6,200 രൂപ. വെളിച്ചെണ്ണ കണ്ണൂരിൽ 9,250 രൂപ, കോട്ടയത്ത് 10,000 രൂപ, ആലപ്പുഴയിൽ 8,700 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.4, 24.2. കൊച്ചി 30.6, 22.4. ആലപ്പുഴ 31, 24.5. പുനലൂർ 30.1, 22. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.